ഈ പ്രാവശ്യത്തിലെ നമ്മുടെ തീം ബഹുമാനിയ കർത്താവിൻ്റെ ദാസൻ ഫിന്നിസാർ ഓർപ്പിപ്പാനിടയായി. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അതിനകത്ത് എനിക്ക് കൗൺസിൽ തന്നിരിക്കുന്ന വിഷയം കഷ്ടതയുടെ ആരംഭവും അപ്പോൾ തന്നെ തേജസ്സിൻ്റെ നഷ്ടവും എന്ന ഭാഗമാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പ്രാർത്ഥിച്ചാരംഭിച്ച ഈ യോഗം അടുത്ത ഞായറാഴ്ച വരെ വലിയ ശക്തമേറിയ ദൈവസാന്നിധ്യത്തിൽ പുരോഗമിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കുറുവാക്യമായി എടുക്കാൻ ആദ്യത്തെ മെസ്സേജ് ആയതുകൊണ്ട് തീം വേർഡ് തന്നെ എടുക്കാമെന്ന് ചിന്തിച്ചപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ആ വാക്യം വായിച്ചു, സ്തോത്രം. എന്നാൽ പിന്നെ അടുത്ത വാക്യത്തിലേക്ക് കയറാമെന്ന് പറഞ്ഞപ്പോൾ കൊരിന്ത്യ ലേഖനത്തിലെ ആ വാക്യം നൊടി നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം. വിശുദ്ധ വേദപുസ്തകത്തിൽ കഷ്ടതയുമായി കണക്ട് ചെയ്യുന്ന എല്ലാ വചനങ്ങളും ഇനി ഇവിടെ നിരന്തരമായി കേൾക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മുഖത്തിൻ്റെ കടുപ്പം കുറയാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. പക്ഷേ അതിലുപരി വെളിപ്പെടാൻ പോകുന്ന ദൈവ തേജസ് നമ്മുടെ അകത്തെ മനുഷ്യനെ തട്ടി ഉണർത്തിട്ടാകട്ടെ എന്ന് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടും നമുക്ക് ഒരുമിച്ച് ദൈവസനിലായിരിക്കാം. കൗൺസിൽ പറഞ്ഞ സമയം മുതൽ ഈ വിഷയം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ആത്മാവിൽ ഒരുക്കപ്പെടുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. എൻ്റെ കൂടെ പ്രാർത്ഥനയോടെ നിങ്ങൾ സഞ്ചരിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നു. കുറുവാക്യം അത് തന്നെ ഓർപ്പിക്കുന്നു. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. പ്രൈസ് ലോർഡ്. കഷ്ടവും തേജസ്സും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന പദമാണ് റോമാലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം എന്നുള്ളത്. റോമാലേഖനം വളരെ ചലനാത്മകമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ലേഖനമാണ് റോമാലേഖനം. നന്നായി ദൈവത്തിൻ്റെ വചനം ആഴമായി അഭ്യസിപ്പിക്കുകയും ചരിത്രത്തിൻ്റെ താളുകളിലൂടെ സഞ്ചരിച്ചവർക്ക് അതിൻ്റെ വ്യക്തതകൾ നന്നായി മനസ്സിലാക്കാൻ കഴിയും. സുവിശേഷത്തിൻ്റെ അന്തസത്ത അടങ്ങിയിരിക്കുന്ന ലേഖനമാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ റോമർക്ക് എഴുതിയ ലേഖനം. അതിനെ വിളിക്കുന്നത് മാഗ്ന കാർട്ട ഓഫ് ദ ഗോസ്പൽ എന്നാണ് വിളിക്കുന്നത്. നവീകരണത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് മാർട്ടിൻ ലൂതർ അവൻ പറഞ്ഞെഴുന്നേറ്റ വചനം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. മുൻപോട്ട് പോകുമ്പോൾ ജോൺ വെസ്ലിയും തോന്നിയതുപോലെ ചൂതാട്ടക്കാരനായിട്ടും അല്ലാതെയുമൊക്കെ ജീവിച്ച അഗസ്റ്റിൻ നാളുകൾ തൻ്റെ അമ്മയായ മൊണിക്കയുടെ പ്രാർത്ഥനകൾക്ക് തൻ്റെ കണ്ണടയും മുമ്പേ ഒരു മാറ്റമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും അഗസ്റ്റിന് മാറ്റമുണ്ടായില്ല. പക്ഷേ ആ മാതാവിൻ്റെ കണ്ണുനീര് അവിടെ നിന്ന് മാറിയില്ല. പിൽക്കാലത്ത് അഗസ്റ്റിന് മാറ്റം വരുത്തുകയും യൂറോപ്പിൻ്റെ പട്ടണങ്ങളെ ഇളക്കി മറിക്കത്തക്കവണ്ണം ദൈവം ഉപയോഗിച്ച സെന്റ് അഗസ്റ്റിനായി പിൽക്കാലത്ത് മാറ്റപ്പെട്ട അഗസ്റ്റിനെയും ചലിപ്പിച്ച പുസ്തകം റോമാലേഖനമാണെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി എന്നോട് ചേർന്ന് എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ഈ ഗ്രൗണ്ടിനകത്ത് റോമാലേഖനത്തിനകത്ത് വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി ശക്തമായി വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ ആമേൻ. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ അധരം തുറന്ന് ആത്മാവിൽ ഈ രാത്രി കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കഷ്ടത എന്ന പദം ആദ്യം കൊടുത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. സമയത്തിന്റെ പരിധിയുള്ളത് കൊണ്ട് ആ വാക്യങ്ങൾ ഞാൻ വായിപ്പിക്കുന്നില്ല. യഹോവയായ ദൈവമാണ് കഷ്ടത എന്ന പദം ആദ്യം ഉദ്ധരിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം അനുസരണക്കേടാണ്.
3-ാം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഹവ്വയെ വിളിച്ചിട്ട് പറയുകയാണ്, കഷ്ടവും ഗർഭധാരണവും നിനക്കുണ്ടാകും. വാക്യം 17-ലേക്ക് വരുമ്പോൾ ആദമിനോട് പറയുകയാണ്, നീ കഷ്ടതയോടെ അഹോവൃത്തി കഴിക്കും. അന്നേരം ദൈവത്താൽ പുറത്തു വന്ന ഒരു വാക്കാണ് കഷ്ടത എന്ന് പറയുന്നത്. ഏദൻ പൂങ്കാവനത്തിൽ നടന്ന മനുഷ്യൻ അന്ന് വരെ കഷ്ടത അറിഞ്ഞില്ല. പക്ഷേ പിൽക്കാലത്ത് അവർ കഷ്ടത അറിയാനിടയായി. വേർപ്പ് തുള്ളികൾ അവരുടെ ശരീരത്തു നിന്ന് പുറത്തു വരുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ഏത് മനുഷ്യന്റെയും പിൻപിലെ കഷ്ടതയുടെ പുറകിൽ അങ്ങ് ഏദൻ തോട്ടത്തിലേക്ക് നോക്കിയാൽ അനുസരണക്കേടും പാപവും ഒക്കെയാണ് അതിന്റെ കാരണമെന്ന് നാം അടിവരയിട്ട് അംഗീകരിക്കുകയും അത് സമ്മതിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ആമേൻ. കഷ്ടതയ്ക്ക് കൊടുത്തിരിക്കുന്ന 2 പദങ്ങൾ, ഒന്ന് തിലിപ്സിസ് എന്ന പദമാണ്, 2 പഥേമ എന്ന പദമാണ് കഷ്ടതയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കഷ്ടതയ്ക്ക് കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ അർത്ഥം ഇങ്ങനെയാണ്: 2 വലിയ ഭാരമേറിയ കല്ലുകളുടെ ഇടയിൽ കിടന്ന് ഞെരുങ്ങിപ്പോകുക എന്നാണ് അതിനർത്ഥം കൊടുത്തിരിക്കുന്നത്. അമർന്നു മാറുക, തകർക്കപ്പെടുക എന്നൊക്കെ അതിനർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് വളരെ സൗകര്യമായി തലനാരിര കീറിയടച്ച് അനുഗ്രഹീതരായ ദൈവദാസന്മാർ ആ ടോപ്പിക്കുകൾ എടുക്കും എന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. 2-ാമത്തെ പദം പഥേമ എന്ന പദമാണ്. പഥേമ അല്ലെങ്കിൽ പഥേമറ്റ എന്ന പദമാണ്. അവിടെ കൊടുത്തിരിക്കുന്നത്, അവൻ മുന്തിരിച്ചക്കിനകത്ത് കിടന്ന് കറങ്ങുന്ന മുന്തിരി നിമിഷങ്ങൾ കഴിയുമ്പോൾ അതിനകത്തു നിന്ന് അവസാന തുള്ളി വൈൻ വരെ പുറത്തു വന്ന് വെറും ചണ്ടിയായി മാത്രം പുറത്തു പോകുന്ന ആ പ്രത്യേക പ്രോസസ്സിങ്ങിനെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നോക്കിയാൽ കാൽവറിയുടെ കൊലക്കളത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് രാത്രി അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ എത്ര കരങ്ങൾ ഉയർത്തപ്പെടും. എനിക്കും നിങ്ങൾക്കും വേണ്ടി ചതഞ്ഞരയ്ക്കപ്പെട്ട് ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ തകർക്കപ്പെട്ട വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ആ ക്രൂശിന്റെ ചിത്രം ഇന്ന് രാത്രി അകത്തളത്തിൽ തിരിഞ്ഞു വരുന്ന ദൈവമക്കൾ അധരം തുറന്ന് ആത്മാവിന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ ജനിച്ച ഏത് മനുഷ്യനും കഷ്ടതയിലൂടെ പോയേ പറ്റൂ. അത് ക്രൈസ്തവനെന്നില്ല, അക്രൈസ്തവനെന്നില്ല. ലോകത്തിലെ എല്ലാ മനുഷ്യരും കഷ്ടതയിലൂടെ പോയേ പറ്റൂ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, ഒരു ദൈവപൈതൽ അനുഭവിക്കുന്ന കഷ്ടതയുടെ പിന്നിൽ അവന് വ്യക്തമായ ബോധ്യമുണ്ട്. ഒരു ദൈവപൈതൽ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ പിന്നിൽ അവന് വ്യക്തമായ ബോധ്യമുണ്ട്. ഇതിനപ്പുറത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നതൊന്നുണ്ട്, ഇവിടം കൊണ്ട് അവസാനിക്കുന്നതൊന്നല്ല. ഇതിനപ്പുറത്തേക്ക് എന്നെ കൊണ്ടുപോകുന്ന ഒരു ശുഭാപ്തി വിശ്വാസം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിലിരിക്കുന്ന ജനത്തിന്റെ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഈ രാത്രി അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യ ഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ കാരണമാകുന്നു. അടുത്ത 6 രാത്രികളിൽ ഇവിടെ എത്ര ഇത് പറഞ്ഞാലും ഈ വെളിപ്പാട് തുറക്കാത്തിടത്തോളം കാലം നിത്യതയുടെ ദർശനം കാണാൻ പറ്റത്തില്ല. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു, കഷ്ടത സഹിഷ്ണുതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് ആ വാക്കിന് അടിവരയിടേണ്ടത് ആവശ്യമാണ്. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും
ഉളവാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത പദം അത് അറിഞ്ഞു എന്ന്. അന്നേരം ജീവിതത്തിൽ കഷ്ടതയിലൂടെ പോകുന്ന മനുഷ്യൻ ചെന്നെത്തുന്ന ഒരു പുതിയ അറിവിലേക്കാണ്. അതെന്നെ നിത്യമായ പ്രത്യാശയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഈ പകൽ രാത്രി ചോദിക്കട്ടെ, അവൻ സ്തോത്രം, പല കഷ്ടതകളും എന്താണെന്ന് അറിയാൻ പറ്റിയാൽ അതിൽ പരം ഭാഗ്യം വേറെ ഒന്നുമില്ല. അവൻ സ്തോത്രം, എന്ത് അവൻ ശോധന ചെയ്യാൻ, നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ, ഞാൻ അനുഭവിക്കുന്ന കഷ്ടതയുടെ പിന്നിലെ കാരണം എന്താണ്, അതിന്റെ പിന്നിലെ പ്രശ്നം എന്താണ്, ഒന്ന് ശോധന ചെയ്യാൻ പഴയ നിയമ ഭക്തനായ ദാവീദ് പറയുന്നു. അവൻ സ്തോത്രം 51-ാം സങ്കീർത്തനത്തിൽ എന്നെ നന്നായി കഴുകി. അറിയാവുന്നവർ ചേർന്ന് പറയാമോ? എന്റെ അകൃത്യം പോക്കേണമേ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ഞാൻ നിർമ്മലാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. ജീവിതത്തിൽ ചെയ്തുകൂടാത്ത ഒരു വലിയ തെറ്റ് ജീവിതത്തിനകത്ത് വന്നു കയറിയപ്പോൾ അവിടെ ന്യായീകരണങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാതെ അവൻ സ്തോത്രം, നാഥാൻ പ്രവാചകൻ മുഖത്തു നോക്കി വിരൽ ചൂണ്ടി അവൻ സ്തോത്രം ചെയ്തത് തെറ്റാണെന്നും അവൻ ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മുൻപിൽ വാശി പിടിക്കാതെ അവൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞു, എന്നെ ഒന്ന് കഴുകണമേ. ഈ രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും, അങ്ങയുടെ ഇടനെഞ്ച് തകർന്ന് ഒഴുകിയ പുണ്യാഹരക്തം കൊണ്ട് ഈ രാത്രി എന്നെ ഒന്ന് കഴുകണമേ. അല്പസമയം അധരം തുറന്ന് ആത്മാവിൽ നന്ദി പറഞ്ഞാട്ട് ഇന്ന് രാത്രിയിലും ആ രക്തം ഇതിനകത്ത് ഒഴുകുന്നുണ്ട്. അർത്ഥമനം, നീ അനുഭവിക്കുന്ന ചില കഷ്ടതകൾക്ക്, നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് ആ രക്തത്തിന്റെ കഴുകൾ ഭക്തൻ പറയുകയാ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നയിക്കണമേ. ഇന്ന് രാത്രി സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ആ പദം അങ്ങനെ ഞാൻ വിടുകയാണ്. അവൻ സ്തോത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകളുടെ മുൻപിൽ പ്രാകാനും അവൻ സ്തോത്രം, അവൻ കുറ്റം പറയാനും മറ്റൊരാളുടെ മുൻപിൽ കെട്ടിവെക്കാനുമല്ല. എന്നാൽ ഇന്ന് രാത്രി അതിന്റെ പിന്നിൽ എന്റെ ജീവിതത്തിൽ മടങ്ങി വരേണ്ടതുണ്ടോ? എന്റെ ജീവിതത്തിൽ എന്താണ് പ്രശ്നം? എവിടെയാണ് ഞാൻ ശുദ്ധീകരിക്കപ്പെടേണ്ടത്? എവിടെയാണ് എനിക്ക് മാറ്റമുണ്ടാകേണ്ടത്? എവിടെയാണ് ഞാൻ മടങ്ങി വരേണ്ടത് എന്ന് പറഞ്ഞ് അരിമനാഥന്റെ മുൻപിലേക്ക് സറണ്ടർ ആകാൻ തയ്യാറാകുമെങ്കിൽ ഇന്ന് രാത്രി ചിലതിന്റെ മേൽ ദൈവകൃപയുടെ ആഴം. ഞാൻ ഈ മെസ്സേജ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്നെ ആ വാക്യത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് എന്നെ കൊണ്ടുപോയി. അതിതുമായി കണക്ട് ചെയ്ത് പറയുന്നത് വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കഷ്ടതയോടെ നീ അഹോവൃത്തി കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ആദമിനോട് പറഞ്ഞു നിർത്തുകയല്ല. ആദമിനോട് പറയുന്ന രണ്ട് പദങ്ങൾ, അന്നുവരെ ഏദൻ തോട്ടത്തിൽ ഇല്ലായിരുന്ന അവൻ രണ്ട് സസ്യങ്ങൾ മുളച്ചു വന്നു. അതിന്റെ പേരൊരു പക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കാം. അതിനെ വിളിക്കുന്ന പേരാണ് മുള്ളും പറക്കാരയും. Praise the Lord. അവൻ സ്തോത്രം, അതിന്റെ പേരാണ് മുള്ളും പറക്കാരയും. മുള്ളും പറക്കാരയും എന്ന വിഷയം വളരെ നന്നായി കൈകാര്യം ചെയ്തത് പ്രവാചക വരണ്യനായ യെശയ്യാവായിരുന്നു. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെശയ്യാവ് പറയുകയാ, ഫലവത്തായ കുന്നിന്മേൽ ഞാനൊരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ അതിന് ചക്ക് കുഴിച്ചിട്ട് വേലി കെട്ടി അതിനകത്ത് മുന്തിരി വെച്ചു പിടിപ്പിച്ചു. പക്ഷേ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നു, അവൻ സ്തോത്രം, ഫലം കായ്ക്കുന്നത് പ്രതീക്ഷിച്ചു, കായ്ച്ചതോ അവൻ കാട്ടുമുന്തിരികയാണ്. ഹല്ലേലൂയ. അവൻ സ്തോത്രം, അവിടെ പറയുകയാണ്, ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും. ഞാൻ അതിനകത്ത് അവൻ സ്തോത്രം, അവൻ വേലി പൊളിച്ചു കളയും. ഞാൻ മഴമേഘങ്ങളോട് കൽപ്പിക്കും മഴ പെയ്യരുതെന്ന്. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയാം, ദൈവം കൽപ്പിച്ചാൽ പെയ്യുന്ന മേഘമേതുണ്ട്? ദൈവം അടച്ചാൽ തുറക്കുന്ന മനുഷ്യൻ ആരുണ്ട്? ഇന്നു രാത്രി അവൻ നിന്റെ ഇൻഷുറൻസുകൾക്കോ നിന്റെ പ്രാപ്തികൾക്കോ നിന്റെ പൊളിറ്റിക്കൽ പിടിപാടുകൾക്കോ അതിനെ മാറ്റാൻ പറ്റത്തില്ല.
Praise the Lord. സ്തോത്രം. ആ വാക്യങ്ങളൊക്കെ ഒന്ന് വായിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സ്തോത്രം. വേലി പൊളിച്ചു കളഞ്ഞു. 7-ാം അധ്യായം 23 യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. ദേശമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചു കിടന്നതിനാൽ, ദേശമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചു കിടന്നതിനാൽ മനുഷ്യർ അമ്പും വില്ലും എടുത്തുകൊണ്ട് മാത്രമേ അവിടെ ആ തോട്ടത്തിന്റെ ഗതികേടാണ് പറയുന്നത്. ദേശമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചു കിടന്നതിനാൽ മനുഷ്യന് സ്വൈര്യമായി അവിടോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ആയുധങ്ങൾ ധരിക്കേണ്ടി വന്നു. ഇന്ന് രാത്രി പെന്തക്കോസ്തിന്റെ അപജയം അതിനകത്ത് കാണാൻ കഴിയും. Praise the Lord. ഞാൻ പറയുന്ന ആലോചന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? Praise the Lord. മുള്ളും പറക്കാരെയും വളർന്നു. അതിനകത്ത് മനുഷ്യൻ ചെല്ലാൻ അവൻ സ്തോത്രം ആയുധം എടുക്കേണ്ടി വന്നു. 10:17 യെശയ്യാ പ്രവചനം 10:17. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും, ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും, അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അത് കത്തി ഒരു ദിവസം കൊണ്ട് അതിന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. ഈ രാത്രി എന്നോട് ചേർന്ന് എത്ര പേർ സ്വത്രം പറയും? എത്ര മുള്ളുണ്ടെങ്കിലും എത്ര പറക്കാരെയുണ്ടെങ്കിലും അത് ദഹിക്കുമെന്ന് വിശ്വാസമുള്ള ദൈവമക്കൾ അല്പസമയം അധരം തുറന്ന് ഈ രാത്രി ചിലതിനെ നോക്കി ആത്മാവ് വിവേചിച്ചു ദൂത് പറയുകയോ, അർത്ഥമന മുള്ളുകൾ ഇന്ന് രാത്രി ദഹിച്ചു മാറട്ടെ. ഘോഷിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞിട്ടും അവൻ മുള്ളു മാറുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർ കുറപ്പുണ്ട്? ചിലത് ദഹിക്കുന്ന ഒരു ദിവസമുണ്ട്. മുള്ളും പറക്കാരെയും ദഹിച്ചു കളയും. അവൻ പ്രവചനം അവിടെ നിന്നില്ല. 55:13 വരുമ്പോൾ അവൻ മുള്ളു കടന്നെടുത്ത് ഒരു ശുദ്ധീകരണം വെളിപ്പെട്ടു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവിടെ ഇപ്പോൾ മുള്ളല്ല, മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും. ഒരാമൻ പറയാമോ? മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും. ഇന്നു രാത്രി വെളിപ്പാടിൽ കാണാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? നീ അനുഭവിക്കുന്ന മുള്ളിനകത്ത് ഒരു സരളവൃക്ഷം വെളിപ്പെടുന്നത് ഈ രാത്രി ആത്മമണ്ഡലത്തിൽ കാണാൻ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ചിലതിനെ നോക്കി പരിശുദ്ധാത്മ ദൂത് പറയുകയാ, കേറിക്കിടക്കുന്ന മുള്ളു മാറാ സമയമായി അതിനകത്ത് ദൈവത്തിന്റെ ആലയത്തിനകത്ത് ഉപയോഗപ്പെടുന്ന സാരള വൃക്ഷങ്ങൾ, അമ്പലകെട്ടി, വേദിക്കടകം, ദൂരചരതം, അടകൽ കമലം ആത്മാവിൽ കാണുന്നവർ ചലിച്ചു തുടങ്ങിയാണ്. ഈ രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങി. എന്നും മുള്ളല്ല സഹോദരി, ഒരു സരള വൃക്ഷം. ദൈവസഭയ്ക്കകത്തൊരു സരള വൃക്ഷം, ദൈവസഭയ്ക്കകത്തൊരു സരള വൃക്ഷം, ദൈവസഭയ്ക്കകത്തൊരു സരള വൃക്ഷം. ശാരോനകത്ത് സരള വൃക്ഷങ്ങൾ ജനിക്കട്ടെ. എന്റെ മെസ്സേജ് തീരുമോ ഇല്ല അതെന്റെ വിഷയമല്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, അർത്ഥമന സരള വൃക്ഷങ്ങൾ ജനിക്കട്ടെ. സ്തോത്ര കാഴ്ചയ്ക്ക് പാടാൻ പറഞ്ഞപ്പോൾ അവൻ സ്തോത്ര മുഖത്തല പാടിയ എഴുതിയൊരു പാട്ട് പാടിയല്ലോ. ആ ദൈവ സാന്നിധ്യം നാം അനുഭവിച്ചതല്ലേ? അർത്ഥമന ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, നമ്മുടെ ഇടയിൽ നിന്ന് സരള വൃക്ഷങ്ങൾ മുളച്ചു വരും? തലമുറകളെ നോക്കി കാണാൻ പറ്റുമോ? സരള വൃക്ഷങ്ങൾ മുളച്ചു വരൂ. നിന്റെ സഭയ്ക്കകത്ത് സരള വൃക്ഷങ്ങൾ മുളച്ചു വരൂ. കയ്പ് മാറട്ടെ, വേദന മാറട്ടെ, നിരാശ മാറട്ടെ. സഖരിയാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ഹഗായിയും സഖരിയാവും ഒക്കെ ആലയത്തിന്റെ പണിക്ക് വേണ്ടി ദൂത് പറഞ്ഞവര്.
സെഖരിയാവ് 1:11 വരുമ്പോൾ ആ വാക്യം ഒന്ന് വായിക്കണം. അവർ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോട് ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ച്. കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറയാമോ? സരള വൃക്ഷവും കൊഴുന്തും ജനിക്കുമെന്ന് പറയുമ്പോൾ സെഖരിയാ പ്രവാചകൻ കാണുന്ന വെളിപ്പാട്, അതിന്റെ ഇടയിൽ മുള്ളല്ല കാണുന്നത്, അതിന്റെ ഇടയിൽ നെഗറ്റീവ് അല്ല കാണുന്നത്, അതിന്റെ ഇടയിൽ തകർച്ചയല്ല കാണുന്നത്, അതിന്റെ ഇടയിൽ ഏഞ്ചലിക് വിസിറ്റേഷൻ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്വോത്രം ചെയ്യുകയാ. ദൂതൻ ഇറങ്ങി വരുന്ന സ്ഥലമാകട്ടെ, ദൂതൻ ഇറങ്ങി വരുന്ന സ്ഥലമാകട്ടെ. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സഭകൾ, നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ തലമുറകൾ, നമ്മുടെ ശുശ്രൂഷകന്മാർ. Praise the Lord. കഷ്ടതയുടെ ആരംഭം ഉൽപ്പത്തി പുസ്തകം 3:16. അതിന്റെ റിസൾട്ട് മുള്ളും പറക്കാരെയുമാണ്. പക്ഷേ അങ്ങനെ അവസാനിപ്പിക്കുന്ന ദൈവമല്ല. അതിനകത്ത് സരള വൃക്ഷത്തെ കൊണ്ടുവന്ന്, അതിനകത്ത് കാതലുള്ളതിനെ കൊണ്ടുവന്ന്, അതിനകത്ത് വെളിപ്പാടുള്ളതിനെ കൊണ്ടുവന്ന് ദൈവമഹത്വം ക്യാരി ചെയ്യുന്നൊരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. രണ്ടാമത്തെ പദത്തിലേക്ക് ഞാൻ ഓടിക്കേറാൻ കർത്താവിൽ ശരണപ്പെടുകയാ. അവൻ രണ്ടാമത്തെ എനിക്ക് കിട്ടിയ സബ്ജക്റ്റ് ഇങ്ങനെയാണ്. അവൻ സ്തോത്രം, ഹല്ലേലൂയ. തേജസ്സിന്റെ നഷ്ടം, തേജസ്സിന്റെ നഷ്ടം. അവൻ റോമാലേഖനം 3-ാം വാക്യം 23. റോമാലേഖനം 3-ാം വാക്യം 23. ഒരു വ്യത്യാസവുമില്ല, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി, ദൈവ തേജസ് ഇല്ലാത്തവരായി. റോമാലേഖനത്തിൽ 20-ലധികം പ്രാവശ്യം തേജസ് അല്ലെങ്കിൽ മഹത്വം എന്ന പദം പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാ, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. വാക്കുകളുടെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അവൻ സ്തോത്രം ഹീബ്രുവിലും ഗ്രീക്കിലും അവൻ ഇംഗ്ലീഷിലും ഒക്കെയുള്ള പദങ്ങൾ വളരെ പരിചിതമായ അവൻ പദങ്ങളാണ്. അതിവിടെ പറഞ്ഞ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ദിവസങ്ങളിലൊക്കെ അത് നാം കേൾക്കാൻ പോവുകയാണ്. അവൻ ഗ്ലോറിയും ഡോക്സയും കാബോധും ഒക്കെ ദൈവത്തിന്റെ സൗന്ദര്യങ്ങളാണ്. എന്താണ് ദൈവ തേജസ്? അവൻ ബ്യൂട്ടി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സൗന്ദര്യം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 2-ാം 25-ാം വാക്യം. അവർ ഇരുവരും നഗ്നരായിരുന്നു, പക്ഷേ അവർക്ക് എന്ത് തോന്നിയില്ല? നാണം തോന്നിയില്ല. അവർ തേജസ് ധരിച്ചവരായിരുന്നു. അവൻ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരുടെ ചിന്തകൾ മാറി. അവൻ 3:7 പറയുകയാ, അവർ നഗ്നരെന്ന് അവർ അറിഞ്ഞു, നഗ്നരെന്ന് അവർ അറിഞ്ഞു. ഹല്ലേലൂയ. അവൻ സ്തോത്രം. 1, അവർ തിരിച്ചറിഞ്ഞു നഗ്നരെന്ന്. എപ്പോൾ പാപം ചെയ്തോ അപ്പോഴൊരു ഭയം അവരെ വ്യാപരിക്കാൻ തുടങ്ങി, അപ്പോഴൊരു ഭയം അവരെ വ്യാപരിക്കാൻ തുടങ്ങി. എപ്പോൾ പാപം ചെയ്തോ അപ്പോൾ ദൈവമായിട്ടുള്ള സംസർഗം അവർക്ക് നഷ്ടപ്പെടാനിടയായി. ഇന്ന് രാത്രി ഞാൻ ഒറ്റ പദം പറഞ്ഞവിടെ ആ പദത്തെ ഞാൻ മുൻപോട്ട് കൊണ്ടുപോവുകയാ. അവർക്ക് നഷ്ടപ്പെട്ടത് തേജസ്സിന്റെ വസ്ത്രം, അവർക്ക് നഷ്ടപ്പെട്ടത് ജീവൻ, അവർക്ക് നഷ്ടപ്പെട്ടത് അധികാരം, അവർക്ക് നഷ്ടപ്പെട്ടത് തോട്ടം, അവർക്ക് നഷ്ടപ്പെട്ടത് ദൈവമായിട്ടുള്ള ബന്ധം. ഇന്ന് രാത്രി നഷ്ടങ്ങളുടെ ലിസ്റ്റ് പറയാനല്ല ഇവിടെ നിൽക്കുന്നത്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടത് മുഴുവൻ എന്റെ കൂടെ ഉണ്ടോ? കവർന്നെടുത്തത് മുഴുവൻ തിരിച്ചു പിടിച്ചു. കരങ്ങൾ അടിച്ച് നന്ദി പറഞ്ഞ് ഇന്ന് രാത്രി ആ ശബ്ദം സ്വർഗം കേൾക്കട്ടെ. ഏകനാൽ ഉണ്ടായ പാപത്തെ, നഷ്ടങ്ങളെ നികത്തിയ ഒരു ദൈവം. Praise the Lord. ഏകനാലുണ്ടായ നഷ്ടം ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ നികത്തി. അവൻ ഒരാട്ടുകൊറ്റനെ കൊന്ന് ആദമിനെ ഹവ്വയെ ഉടുപ്പിച്ചെങ്കിൽ മാനവജാതിയെ മുഴുവൻ ഉടുപ്പിക്കാൻ അവന്റെ ചങ്കിലെ ചോരയ്ക്ക് കഴിഞ്ഞു.
ഇന്ന് രാത്രി നീ അനാഥനല്ല. ഇന്ന് രാത്രി നീ നഷ്ടം പേറി നടക്കേണ്ടവനല്ല. ഇന്ന് രാത്രി തകർച്ചയുള്ളവനല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 8-ാം അധ്യായം പറയുന്നത്. അതുകൊണ്ട് അറിയാവുന്നവർ പറഞ്ഞേ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ഒരു ശിക്ഷാവിധിയുമില്ല. അവർക്ക് തോൽവിയില്ല, അവർക്ക് തോൽവിയില്ല. അവർ വേർപിരിയില്ല, അവർ വേർപിരിയില്ല. കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ. അല്പസമയം കരങ്ങൾ അടിച്ച് നന്ദി പറഞ്ഞ് എല്ലാ കരകളും ചേർത്തടിച്ച്, എല്ലാ കരകളും ചേർത്തടിച്ച്, എല്ലാ കരകളും ചേർത്തടിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise God. Praise God. രക്തത്താൽ ജയം. പ്രാകാരം വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കലേ കയറാൻ പറ്റൂ. കയറുമ്പോൾ തൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് യാഗമർപ്പിക്കണം. അവൻ പുറത്തു നിൽക്കുന്ന ജനത്തിൻ്റെ യാഗമർപ്പിക്കണം. ഇതിൻ്റെ രക്തം കൊണ്ടാണ് അതിവിശുദ്ധ സ്ഥലമായ മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് കയറുന്നത്. മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് കയറുന്നവൻ ഭയന്നാ കയറുന്നേ. പക്ഷെ ദീർഘദൈരാകൃതിയിൽ അവിടെ ഒരു പെട്ടകം ഇരിപ്പുണ്ട്. അവൻ കെരൂബുകൾ അതിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അത് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകമാണ്. ആ കെരൂബിനെ അവൻ ആ പെട്ടകത്തിനകത്ത് അവൻ സ്തോത്രം അഹരോന്റെ തളിർത്ത വടിയും മന്നയിട്ട് വെച്ച പൊൻപാത്രവും വെച്ചിട്ടുണ്ട്. മന്നയുടെ ലൈഫ് 24 മണിക്കൂറാ. പക്ഷേ അവൻ സ്തോത്രം പെട്ടകത്തിനകത്ത് മന്ന കയറിയപ്പോൾ മന്നയുടെ ടോൺ മാറി. അവൻ പെട്ടകത്തിനകത്ത് കയറിയ മന്ന ലൈഫ് ലോങ് ആകാനിടയായി. ഇന്ന് രാത്രി തേജസ്സിനകത്ത് കയറുന്നവൻ ജീർണിക്കത്തില്ല, അവൻ പുഴുക്കത്തില്ല, അവൻ തകരത്തില്ല. അവൻ്റെ വ്യാപരിക്കുന്ന ദൈവ തേജസ് ഇന്ന് രാത്രി ഞാൻ പറയാം പ്രത്യക്ഷമായി. അവൻ സ്തോത്രം അവൻ കാണാനൊന്നുമില്ലെങ്കിലും നിന്റെ അന്യഭാഷ ഭയക്കുന്നൊരു പിശാചുണ്ട്, നിന്റെ പ്രാർത്ഥന ഭയക്കുന്നൊരു പിശാചുണ്ട്. നീ സ്തോത്രം പറഞ്ഞാൽ അഴിയുന്നൊരു മണ്ഡലമുണ്ട്. അത് ഷാരോൺ ഗ്രൗണ്ടിന് അത്ര പുതുമയുള്ളതല്ല. അർത്ഥമനഗച്ചി പഴയകാല ചരിത്രങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഗ്രൗണ്ടിനകത്ത് തേജസ് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ പിതാക്കന്മാർ അത് ക്യാരി ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? പെട്ടകത്തിനകത്തിരിക്കുന്നവൻ പുഴുക്കത്തില്ല, ജീർണിക്കത്തില്ല, നിരാശപ്പെടത്തില്ല. അഹരോന്റെ തളിർത്ത വടി പൂ ഉതിർന്നില്ല, ഇല വാടിയില്ല. അവൻ സ്തോത്രം അതിന്റെ ഫലം ഉയർന്നില്ല. ഇന്ന് രാത്രി അങ്ങേയറ്റത്തൊരു ദൈവദാസൻ ഇരിപ്പുണ്ട്. ഷാരോൺ ഫെലോഷിപ്പിന് അറിയപ്പെട്ട ദൈവദാസന്. ലോകരാജ്യങ്ങളിൽ ദൈവം ഉപയോഗിച്ച ഒരു ഭക്തനായ മനുഷ്യൻ. പേര് പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ. അവൻ വയസ്സ് എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. ഇന്നു രാത്രിയിലും കാലുകൾ ഓടി, ഇന്നു രാത്രിയിലും ശക്തമായി ദൈവത്തെ ഉയർത്തുന്നെങ്കിൽ പ്രതിസന്ധിയില്ലാഞ്ഞിട്ടല്ല, പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, ഇന്നു രാത്രി ക്ഷീണിക്കത്തില്ല. അധരം തുറന്ന ആത്മാവിൽ നന്ദി പറഞ്ഞ് ആരെങ്കിലും മാറ്റി നിർത്തിയാൽ, ആരെങ്കിലും ഭാരമണിഞ്ഞാൽ, ആരെങ്കിലും നിന്നെ പണിഞ്ഞാൽ തീരുന്നതല്ല നിന്റെ മേലുള്ള തേജസ്. പോരാ പോരാ പോരാ. ആ കരങ്ങൾ അടിച്ച് ആത്മാവിൽ സഞ്ചരിച്ച് ഇന്നു രാത്രി കൃപ പ്രാപിച്ച ദൈവമക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ കുത്തിടാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പെടാൻ പോകുന്ന തേജസ്സിനെ കുറിച്ച് അവൻ സ്തോത്രം കണ്ട ഒരു ഭക്തനുണ്ട്, യോഹന്നാൻ. യേശുവിൻ്റെ മാർവത്ത് ചാരിക്കിടന്ന യോഹന്നാൻ. 1 യോഹന്നാൻ ആ വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണം. പ്രിയമുള്ളവരെ, 1 യോഹന്നാൻ 3-ന്റെ 2-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട്, നാം അവൻ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. യോഹന്നാനോടൊന്ന് ചോദിച്ച് താൻ ഇരിക്കുന്നത് എങ്ങനെ? യോഹന്നാൻ പറയും, അത് ഞാൻ പത്മോസിൽ കണ്ടതാ. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി,
വെള്ളോടിന് സദൃശ്യമായ കാലുള്ളവനായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ മുഴക്കം പോലെ. അവൻ ഇന്ന് രാത്രി മുതൽ കേട്ടു തുടങ്ങുന്ന ദൈവശബ്ദമല്ലേ? അവൻ തേജസ്സിൽ നാം സദൃശ്യന്മാരാകും. തിരിച്ചറിഞ്ഞോണം. അർത്ഥമനഗജസി ഇന്ന് കാണുന്ന ലെവലല്ല. അവനോട് യെശയ്യാവ് പറയുകയാണ്, അവൻ കടലിലെ വെള്ളത്തെ കൈക്കുമ്പിളിൽ എടുക്കുന്നവനാണ്, ചാടുകൊണ്ട് ഭൂമിക്ക് പരിമാണം എടുക്കുന്നവനാണ്, അവൻ കുന്നുകളെ വെള്ളിക്കോലുകൊണ്ട് അളക്കുന്നവനാണ്, അവൻ അൽഫയാണ്, അവൻ ഒമേഗയാണ്, അവൻ ആദ്യനാണ്, അവൻ അന്ത്യനാണ്. ലോസ് പറയുക, ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, അവൻ സ്തോത്രം. ആരും കാണാത്തവൻ, മനുഷ്യരാരും കാണാത്തവൻ, അവൻ സ്തോത്രം. അവൻ അമർത്യനായവൻ. ഇന്ന് രാത്രി ആ ദൈവം ഇതിനകത്തുള്ളതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാ, ഈ മർത്യമായത് അമർത്യമായതിനെ ധരിക്കും. അവൻ സ്തോത്രം. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കും. ഇന്ന് രാത്രി എത്ര പേർ സ്വപ്നം കാണുന്നുണ്ട്? മർത്യത മാറാൻ സമയമായി, അവൻ അമർത്യത വെളിപ്പെടാൻ സമയമായി, അവൻ ദ്രവത്വം മാറാൻ സമയമായി, അദ്രവത്വം വെളിപ്പെടാൻ സമയമായി. രണ്ട് കുഞ്ഞുങ്ങളുടെ ജനനത്തോടുള്ള ബന്ധത്തിൽ, രണ്ടാമത്തെ കുഞ്ഞിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ 30 വയസ്സുള്ള ലേഡി, അവൾ സഹോദരി തിരിച്ചറിഞ്ഞു അവൾക്ക് ക്യാൻസറാണ്. സ്തോത്രം. 1-2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അസുഖം മൂർച്ഛിച്ചു. ശരീരം അസ്ഥിപഞ്ജരമായി. കീമോയ്ക്കും റേഡിയേഷനും ഒന്നും അവളെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. പ്രാർത്ഥിക്കാൻ പലരും വീട്ടിലേക്ക് വന്നു. അവൻ സ്തോത്രം. പ്രാർത്ഥിക്കാൻ വരുന്നവരും ധൈര്യപ്പെടുത്തുന്നവരോടും അവൾ ഇങ്ങനെ പറഞ്ഞു, അവരോട് പറയുകയാ, ഞാൻ നോക്കുന്നത് പോലെ എൻ്റെ കുഞ്ഞിനെ ആര് നോക്കും? മരിക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ ഈ എഴഞ്ഞു നടക്കുന്ന 1.5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും? അവളോട് എന്നാ പറയാനാ? സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും എന്ന പാട്ടിൻ്റെ 4 വരി പാടി നിർത്തി പ്രാർത്ഥിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ ആ പാട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പാട്ട് വീണ്ടും വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങി. അവൻ സ്തോത്രം. അവൾ നിർത്തുന്നില്ല. ഞങ്ങൾ നിർത്താൻ ശ്രമിച്ചിട്ടും നിർത്തുന്നില്ല. പക്ഷെ അവളുടെ കണ്ണുകൾ ഉയരത്തിലേക്ക് ഉയർന്നു. നമുക്ക് മനസ്സിലാകും അവൾ വേറെ എന്തോ കാണുക. കുറച്ചു നേരം അവളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ പ്രസന്നവതിയായി. അവൻ സ്തോത്രം. അവൾ വിളിച്ചു പറയുകയാ, എൻ്റെ വീടിൻ്റെ പണി തീർന്നു, ദൂതന്മാർ എന്നെ ചേർക്കാൻ വന്നു നിൽക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ സ്തോത്രം. ഇത് വെറുതെ കൈയടിച്ചു പോകുന്നതല്ല, ഇത് വെറുതെ സ്തോത്രം പറഞ്ഞു പോകുന്നതല്ല. അർത്ഥമനഗജസി അത് ആത്മമണ്ഡലത്തിൽ കാണുന്ന ദൈവമക്കളെ ഓർത്ത് ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. അവൻ സ്തോത്രം. WMEയുടെ അവൻ ഫൗണ്ടർ പ്രസിഡന്റ് ആയിരുന്ന പാസ്റ്റർ CS മാത്യു തനിക്ക് ലഭിക്കേണ്ട അവൻ സ്തോത്രം ഹല്ലേലൂയ അവൻ തനിക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ തൻ്റെ പിതാവിൽ നിന്ന് തനിക്ക് ലഭിച്ചില്ല. അത് പലപ്പോഴും തൻ്റെ ഹൃദയത്തെ വല്ലാതെ ഭാരപ്പെടുത്തി. അവൻ സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, അവൻ സ്തോത്രം. അവൻ ഒരു ദിവസം പ്രാർത്ഥനയ്ക്കകത്ത് അവൻ താൻ ഒറ്റയ്ക്ക് ദൈവത്തിൽ ഇരിക്കുമ്പോൾ ദൈവം തന്നോട് പറഞ്ഞൊരു ശബ്ദമുണ്ട്, നീ എനിക്കുള്ളവൻ, നീ എനിക്കുള്ളവൻ, അവൻ നീ എനിക്കുള്ളവൻ. ഇന്ന് രാത്രി ചിലതിനെ നോക്കി ദൂത് പറയുകയാ. നഷ്ടങ്ങൾ പേറിക്കൊണ്ട് സഞ്ചരിക്കുന്ന ആരെങ്കിലും ഈ രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിനക്കൊരു അവകാശിയുണ്ട്, നിനക്കൊരു ദൈവമുണ്ട്, നിനക്കൊരു തേജസ്സുണ്ട്, നിനക്കൊരു ദൈവകൃപയുണ്ട്. എത്ര പേർക്ക് ഈ രാത്രി ഉറപ്പുണ്ട്? അവൻ സ്തോത്രം. പിന്നത്തേതിൽ താൻ എഴുതി പിടിപ്പിച്ച വരികളാണ്, ഞാൻ നിനക്കുള്ളവൾ, നീ എനിക്കുള്ളവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ അവൻ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ട് ഒരു നിമിഷം എല്ലാവരും അവൻ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ട്. എത്ര പേർക്ക് ഈ രാത്രി ഉറപ്പുണ്ട്? അവൻ ആരെല്ലാം കൈവിട്ടാലും ആരെല്ലാം മാറിപ്പോയാലും മാറിപ്പോകാത്ത ഒരു ദൈവം എനിക്കുണ്ടെന്നുള്ള ഉറപ്പുള്ള ദൈവമക്കൾ അല്പസമയം വായ്കളെ തുറന്ന് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങട്ടെ. ദൈവത്തിന്റെ മഹത്വം ഇതിനകത്തിറങ്ങട്ടെ. ആരുടെയൊക്കെ ഉത്തരവാദിത്വങ്ങൾ ദൈവം ഈ രാത്രി ഏറ്റെടുക്കുകയാ. മറ്റവകാശങ്ങൾ പോട്ടെ. എല്ലാ അധരങ്ങളും ചലിച്ച്, എല്ലാ അധരങ്ങളും ചലിച്ച് അർത്ഥമനെ ഈ 1-ാമത്തെ രാത്രി ഈ ഗ്രൗണ്ട് വിട്ടു പോകുമ്പോൾ ആത്മാവിൽ പാടി കരങ്ങളെ അടിച്ച് ആ തേജസ് അനുഭവിച്ച്
അർത്ഥമാനക ശബ്ദൽക്കമാനക സിയാന. തിരസ്കരണങ്ങൾ നിന്നെ പുറകോട്ട് കൊണ്ടുപോകരുത്. അർത്ഥമന നെഗറ്റീവുകൾ പുറകോട്ട് കൊണ്ടുപോകരുത്. അവകാശങ്ങൾ ലഭിച്ചില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടരുത്. മുത്തുമയമായി വിളങ്ങുന്ന ഒരു പട്ടണം ഇന്ന് രാത്രി സ്വപ്നം കാണുന്നവർ അധരം തുറന്ന് അല്പസമയ കരങ്ങളെ അടിച്ച് ഇന്ന് രാത്രി ആ കർത്താവിനകത്തുണ്ട്. ആ കർത്താവിനകത്തുണ്ട്. യേശുവിന്റെ നാമത്തിൽ ക്ഷീണങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. എല്ലാ കരകളും ചേർന്ന് പാടി.